ബുക്കൊക്കെ വായിച്ചിട്ട് എത്ര കാലായി. ഇനിയെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങണം. പറയുമ്പോൾ ഇന്നല്ലേ വായനാ ദിനം? ശരിയാലേ, ഇന്നാ ജൂൺ 19. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ ചരമവാർഷികമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വായനയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ വെളിച്ചം ഓരോ വീടുകളിലും എത്തിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നാണ് PN പണിക്കർ അറിയപ്പെടുന്നത്. 1909 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ച അദ്ദേഹം തന്റെ 17-ാം വയസ്സിൽ സനാതനധർമ്മം വായനശാല എന്ന പേരിൽ ഒരു ചെറിയ ലൈബ്രറിക്ക് തുടക്കമിട്ടു. അന്നു മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം വായനശാലകൾ സ്ഥാപിക്കുന്നതിനും പുസ്തകങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി മാറ്റിവെച്ചു. PN പണിക്കരുടെ നേതൃത്വത്തിൽ 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. പിന്നീട് ഇത് കേരള ഗ്രന്ഥശാല സംഘമായി മാറി. കേരളത്തിലെ ആയിരക്കണക്കിന് വായനശാലകളെ ഒരു കുടക്കീഴിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനും ജനങ്ങളിൽ വായനാശീലം വളർത്തുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനും വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിനുമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസം സ്കൂളുകളിലും കോളേജുകളിലും വിവിധ തരം വായനാ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. പുസ്തകങ്ങളെ സ്നേഹിക്കാനും അറിവ് നേടാനും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറും അക്ഷരം വായിച്ചു പോകുന്നതല്ല വായന, അതൊരു സംസ്കാരമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്ന വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായന നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ വളരെ പങ്ക് വഹിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാനും ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ വായന നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ്. നമ്മുടെ ഏകാന്തതയിൽ കൂട്ടിരിക്കാനും വിഷമങ്ങളിൽ ആശ്വാസമാകാനും സംശയങ്ങളിൽ വഴികാട്ടിയാകാനും അങ്ങനെ ഒരു നല്ല കൂട്ടുകാരി. വായന മരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം മരിക്കുന്നെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ പല ജീവിതങ്ങളെയാണ് അറിയുന്നത്, പല സംസ്കാരങ്ങളെയാണ് നാം മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞ വായന നമ്മൾ ഓരോരുത്തരെയും വിശാല മനസ്കരാക്കുന്നുണ്ട്. നമുക്കൊക്കെ വായന ഇല്ലാതായിട്ട് കാലം കുറയും. ഞാൻ എന്തായാലും ഇതെടുക്കുക. പുതിയ തലമുറയിൽ നിന്ന് വായന അന്യമാകുന്നുവെന്ന പരിഭവങ്ങൾക്കിടെയാണ് ഒരു വായനാ ദിനം കൂടി കടന്നു വരുന്നത്. വായനാശീലം മറന്ന് സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഒതുങ്ങിയ പുതുതലമുറകളുടെ ഇടയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യം ഏറെയാണ്.